ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് മേഖലയിൽ ജനങ്ങളെ ഉടൻ മാറ്റി താമസിപ്പിക്കണമെന്ന് കളക്ടറുടെ ഉത്തരവ്. മലയോര റോഡുകളിലൂടെ രാത്രി 7 മുതൽ രാവിലെ 6 മണി വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചിട്ടുണ്ട്. അനീസ് അലിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീസ് അലി, നമുക്കറിയാം വിലങ്ങാടിനെ കുറിച്ച് പറയേണ്ടതില്ല, കാരണം കഴിഞ്ഞ മഴക്കാലത്തടക്കം അതിന്റെ വേദന നമ്മൾ അനുഭവിച്ചതാണ്. നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മഴക്കാലത്തിന് മുന്നോടിയായി തന്നെ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും ജില്ലയിലെ വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് ഇന്ന് പെയ്തത്. ഇതേ തുടർന്നാണ് നാളെ റെഡ് അലേർട്ട് കൂടി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് എന്ന് നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. വലിയ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലൂടെ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് ഈ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്നതിന് നിരോധനമുണ്ട്. അവിടെ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. വാണിമേൽ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വടകര തഹസിൽദാർക്കൊപ്പം ചേർന്ന് പ്രദേശത്തെ സുരക്ഷിതമായ സ്കൂളുകളോ മറ്റു പൊതുകെട്ടിടങ്ങളോ കണ്ടെത്തി ആളുകളെ അവിടേക്ക് മാറ്റണം എന്നാണ് നിർദ്ദേശമുള്ളത്. എന്തായാലും വലിയ തരത്തിൽ ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ 2005 ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 51 മുതൽ 50 വരെയുള്ള വകുപ്പുകൾ പ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നുകൂടി ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗൗരവത്തിൽ ആണ് ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ആളപായങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള പരമാവധി ജാഗ്രത പാലിക്കണം എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിലങ്ങാട് വലിയൊരു ദുരനുഭവം നമ്മുടെ മുമ്പിൽ ഉള്ളതാണ്. അത് ഇനി ഒരു അശ്രദ്ധ കൊണ്ട് പോലും ആവർത്തിക്കപ്പെടരുത് എന്നതുകൊണ്ടാണ് വലിയ ജാഗ്രതാ വിഷയത്തിൽ കൈക്കൊള്ളുന്നത് ജില്ലാ ഭരണകൂടം. അതിശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ആളുകളോട് ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വെള്ളക്കെട്ടുള്ള പുഴ, അതുപോലെ തന്നെ വെള്ളം പൊങ്ങാനിടയുള്ള സ്ഥലങ്ങളിൽ, തീരദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളോടൊക്കെയും മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പുകൾ അത് ജനങ്ങൾ പാലിക്കുക തന്നെ ചെയ്യണം. രാത്രി 7 മണി മുതൽ 6 മണി വരെ അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ യാത്ര നിരോധിച്ചിട്ടുണ്ട്.